ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. പഴുത്ത 2 ഏത്തയ്ക്ക എടുക്കണം. അതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ അത് 4ആയിട്ട് മുറിക്കും. ഇങ്ങനെ 4ആയിട്ട് മുറിക്കണം. നിങ്ങളുടെ ഇഷ്ടം പോലെ 2ഓ 4ഓ ഒക്കെ ആക്കി മുറിക്കാം. ഞാനിപ്പം 4ആയിട്ടാണ് മുറിക്കുന്നത്. ഇതുപോലെ 4ആയിട്ട് മുറിച്ചിട്ട് അടുത്ത ഏത്തയ്ക്ക എടുത്ത് തൊലി കളഞ്ഞ് അത് നമുക്ക് 4ആയിട്ട് മറ്റേ ഏത്തയ്ക്ക മുറിച്ചതുപോലെ മുറിക്കാം. ഇപ്പം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഏത്തയ്ക്ക മുറിച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാൻ വേണ്ടി ആവശ്യമായ ബാറ്റർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തു. അതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് മധുരം നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ നല്ല കട്ടിയുള്ള ബാറ്റർ ആയിരിക്കണം. ഇനി നമുക്ക് ജീരകവും എള്ളും ചേർക്കാം. ഇനി നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്കിനിയും ഈ ഏത്തയ്ക്കാപ്പം പൊരിക്കാം. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഓരോ ഏത്തയ്ക്കാപ്പം നമ്മൾ ഈ ബാറ്ററി മുക്കി എണ്ണയിലോട്ട് ഇടാവുന്നതാണ്. 4 മണിക്ക് ചായയുടെയും കാപ്പിയുടെയും കൂടെ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് റെഡിയാക്കി നോക്കുക. വളരെ രുചികരമായൊരു സ്നാക്കാണ്. ഏത്തയ്ക്ക ഒരു സൈഡ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിടാം. സൂക്ഷിച്ച് തിരിച്ചിടുക. എണ്ണയൊന്നും കൈ വീഴാതെ പതുക്കെ തിരിച്ചിടാവുന്നതാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താണ് പറയുന്നത്? പഴംപൊരി എന്നാണോ? ചിലർ ഏത്തയ്ക്കാപ്പം എന്ന് പറയും. അങ്ങനെ പല പേരുകൾ പറയുന്നതാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എൻ്റെ ചാനൽ ആവശ്യമാണ്. പുതിയ പുതിയ വീഡിയോസ് വീണ്ടും ഇടുന്നതാണ്. എല്ലാവരും കാണുക. നമ്മൾ ഒരു സൈഡ് നല്ലോണം ആയിട്ടുണ്ട്. ഇനി തിരിച്ചിടുക. അങ്ങനെ നമ്മുടെ 2 സൈഡും ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ സ്വാദിഷ്ടമായ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.